ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഒരാളുടെ അസാന്നിധ്യത്തിൽ ആ ആൾ അവിടെ ഇല്ല. ആ ഇല്ലാത്ത ആൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുമില്ല. നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനെ ഒരാൾ കൂടെ ഇല്ലാത്ത സമയത്ത് ആ ആളെ വെറുതെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? എല്ലാ യൂട്യൂബേഴ്സും നന്നാവട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ സുധിയുടെ ഭാര്യ ഇങ്ങനെയാവണം എന്നൊരു ധാരണ ആളുകളിലേക്ക് വന്നു. അല്ലെങ്കിൽ അവളിങ്ങനെ അഹങ്കാരിയാവരുത്, സംസാരത്തിലൊരു മയം വേണം, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ഓരോ കേരളീയരുടെയും. അതുകൊണ്ടാണ് ആ കുട്ടീനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നത് എപ്പോൾ ആളിവിടെ ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒന്നുമില്ല, അടച്ചിട്ട ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു മത്സരാർത്ഥികളിൽ ഒന്നായിട്ട് അവിടെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും അല്ലാതെയും ഇവിടെ യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നത് എന്തിനാണെന്നാണ് ഞാൻ അറിയിക്കുന്നത്. ആ കുട്ടി ഇവിടെ ഉള്ള സമയത്ത് നമ്മൾക്ക് ആ പറയുന്നത് ആ കുട്ടി ഒരു അല്പമെങ്കിലും ഒന്ന് അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റം ജീവിതത്തിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിലൊന്നും വരുത്തിക്കോട്ടെ, മാറ്റം ഒന്ന് വരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബേഴ്സ് ആ കുട്ടീനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നത്. അത് അവർക്ക് കുറേ ഗുണം ചെയ്തിട്ടുമുണ്ട്. രേണുവിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും യൂട്യൂബേഴ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ അത് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ആ കുട്ടി നമ്മുടെ കൂടെ ഇല്ല. ആ കുട്ടി മറ്റൊരു സ്ഥലത്ത് പൊതുജനങ്ങളുമായിട്ടും ലോകവുമായിട്ടും യാതൊരു സമ്പർക്കമില്ലാതെ അടച്ചിട്ട റൂമിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളും ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ നേരിടുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ നമുക്കറിയാവുന്ന കാര്യമാണ്. വരുമാനം കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടാണ് എന്തെങ്കിലും 5 പൈസ കിട്ടുന്നത്. അപ്പം അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വെറുതെ അതിനെ വീണ്ടും വലിച്ചിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ്. രേണു കിച്ചണിൽ തുപ്പി എന്ന് പറഞ്ഞിട്ട് ആ വിഷയം ഞാനെടുത്ത് സംസാരിച്ചാണ്. പക്ഷെ വീണ്ടും ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴേ, നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ആളത് അറിയുന്നില്ല, പിന്നെ നമ്മളത് അങ്ങനെ പറയാൻ കൊള്ളൂ ഇല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മറ്റുള്ളവരോടായിട്ട് പറയാണ്, നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ റീച്ച് കൂട്ടാൻ പറ്റും, അത് വേറൊരു കാര്യം. പക്ഷെ അത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. രേണു വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ മാറിയിട്ട് ഉഷാറായിട്ട് ഏറ്റവും ഫൈനലിലേക്ക് എത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പാവാണ്. ആ പാവമായതുകൊണ്ടാണ് ചുമ്മാ വളവളവളന്ന് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ അതിനൊരു കഥയുമില്ല. ഇങ്ങനെയുണ്ടെന്നേ ആളുകൾ. എല്ലാവരും ഒരേ സ്വഭാവം ഉള്ള ആൾക്കാരാണോ? ചിലരോട് നമ്മളൊരു കാര്യം സൂചിപ്പിച്ചാൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവർ 100% അത് അംഗീകരിച്ച് മാറ്റം വരുത്തും. പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മളിത് ചെയ്തത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് അതിനൊരു മാറ്റം വരുത്തും. പക്ഷെ ചിലരങ്ങനെയല്ല. എന്ത് തന്നെ ആയാലും ആരൊക്കെ പറഞ്ഞാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ മാതിരി ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതെന്താണെന്ന് കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുടെ അങ്ങനെ ഒരു കുറവാണോ എന്നൊരു സംശയം കേട്ടോ. കാരണം തെറ്റ് ചെയ്താൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കണം, അതിൽ നിന്നൊരു തിരുത്തൽ വരണം. അതാണ് മനുഷ്യൻ. അല്ലാണ്ട് വീണ്ടും വീണ്ടും തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് പോയാൽ അത് മനുഷ്യനല്ല. വീണ്ടും വിചാരമുള്ളൊരു ഒരു സമൂഹം, ഒരു കൂട്ടം ആണല്ലോ മനുഷ്യർ. അപ്പോൾ ഈ വീണ്ടും വിചാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം, ഒന്ന് അവലോകനം ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് മാറ്റം വരുത്താം. അത് മാറ്റം വരുത്താത്തോളം കാലം അങ്ങനെ പോട്ടെ. പലരും ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെയല്ല മറ്റൊരാളെ പോലെയല്ല ഞാൻ. നമുക്ക് നമ്മുടേതായ കുറേ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രേണുവിൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കട്ടെ. അപ്പോൾ ഇല്ലാത്ത സമയത്ത് ഇതേക്കുറിച്ച് ഇങ്ങനെ വെറുതെ പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. രേണുവിൻ്റെ ഫാദറിനെ കൊണ്ടുവരുന്നു, എന്തൊക്കെയാണ് ഓരോ യൂട്യൂബേഴ്സും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട. അത് അവിടെ മര്യാദയ്ക്ക് കളിക്കട്ടെ, കളിച്ച് വിജയശ്രീ ലാളിതയായിട്ട് തിരിച്ചു വരട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണാം.